ഒരു തവയിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഇട്ട് കൊടുത്തിട്ട് 5-6 വെളുത്തുള്ളിയിൽ ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 100 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം. കളർ ചേഞ്ചായി വന്നാൽ ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കാബേജ് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എല്ലാം ചെറിയ പീസായിരിക്കണം. എല്ലാം കൂടി മിക്സാക്കി എടുക്കണം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മിക്സായി വന്നാൽ ഒരു ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. ഒരു തവയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് മുട്ടക്കൂട്ടില്ലേ അത് മൊത്തത്തിലങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കണം. ഒന്ന് വേവ് വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മസാലയാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ അത് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുറച്ച് മല്ലിയില കൂടി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ചീസ് കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഈ ചീസ് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.